ജാഗ്രത പാലിക്കണം എന്നതാണ്. ദൃശ്യങ്ങൾ ആദ്യം റിപ്പോർട്ടിൽ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. ഈ കപ്പലാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. MSC എൽസാ-3 എന്ന കപ്പൽ 70 കിലോമീറ്റർ അകലെ, കൊച്ചി തീരത്തു നിന്ന് അകലെയാണുള്ളത്. സജോ ദേവസിയുണ്ട്. സജോ, 24 ജീവനക്കാർ ഈ കാർഗോ ഷിപ്പിലുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ലൈബീരിയൻ ഫ്ലാഗിലുള്ള കപ്പലാണ്. ഇത് എവിടെ നിന്ന് വന്നതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും സൾഫർ കലർന്ന ഇന്ധനം അത് കടലിൽ പരന്നിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ജീവനക്കാരെ രക്ഷിക്കുക എന്നതാണ്. അതുൽ പിള്ള പറഞ്ഞതുപോലെ തന്നെ അതിൽ ഇനിയും 15 പേരെ രക്ഷിക്കാനുണ്ട്. അതിനുള്ള ദൗത്യം, അതിനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ നേരം ഇരുട്ടിയത് കൊണ്ട് തന്നെ അതൊരു രക്ഷാദൗത്യത്തിനൊരു വെല്ലുവിളിയാകും എന്നതിൽ തർക്കമില്ല. പക്ഷേ 2 കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പുകളും നേവിയുടെ ഒരു ഷിപ്പും അവിടെ ഇപ്പോഴും രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലേ? വിനീത, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം നാവികസേനയുടെ ഒരു കപ്പൽ, കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പൽ എന്നിങ്ങനെ രക്ഷാപ്രവർത്തനത്തിനുള്ള ദൗത്യ സംഘം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായ വെല്ലുവിളി 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വെളിച്ചക്കുറവ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാകും. സ്വാഭാവികമായും ജമ്പ് ചെയ്യുക, അതായത് ലൈഫ് ഉപയോഗിച്ച് ജമ്പ് ചെയ്യുക എന്നത് ഈ ഘട്ടത്തിൽ കുറച്ച് വെല്ലുവിളിയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രയാസം. നേരത്തെ തന്നെ, അതായത് അപകടത്തിൽപ്പെട്ട് അധികം വൈകാതെ തന്നെ അതിൽ നിന്ന് 9 ജീവനക്കാർ ലൈഫ് ഉപയോഗിച്ച് ജമ്പ് ചെയ്ത് മറ്റൊരു മർച്ചന്റ് ഷിപ്പിലേക്ക് പ്രവേശിക്കുകയും അവർ ഇപ്പോൾ സുരക്ഷിതരാണ്. ഇനിയുള്ള ജീവനക്കാരെ, അതായത് 15 പേരെ രക്ഷപ്പെടുത്തുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പക്ഷേ ശ്രമകരമായ ദൗത്യമാണ് എന്നത് എടുത്തു പറയണം. കാരണം കടൽ റഫാണ്, അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാണ് എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, വെളിച്ചക്കുറവ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് നേവിയും കോസ്റ്റ് ഗാർഡും കടക്കുന്നു. അതായത് വിവരം കോസ്റ്റൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നേവിക്ക് ലഭ്യമായതിന് പിന്നാലെ അവരും ഷിപ്പ് അയച്ച് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യ പ്രയോറിറ്റി എന്നത് ഇതിനകം ഡിഫൻസ് PRO പറയുന്നത് പ്രകാരം ആദ്യ പ്രയോറിറ്റി അവശേഷിക്കുന്ന 15 ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നതാണ്. അതിലേക്ക് ഇതിനകം കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശുഭകരമായ വാർത്ത വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം, അത് ലഭ്യമാവുകയും ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അവശേഷിക്കുന്ന അതാണ് ആദ്യം പറഞ്ഞത്, ആദ്യ പ്രയോറിറ്റി. അതേസമയം 400-ലധികം കണ്ടെയ്നേഴ്സ് ഉള്ള ഒരു ചരക്ക് കപ്പലാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അത് വിഴിഞ്ഞം ഭാഗത്തു നിന്ന് നേരെ കൊച്ചിയിലേക്ക് വരികയായിരുന്നു. അതേസമയം അതിന്റെ മറ്റ് യാത്രാ റൂട്ടുകൾ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ വ്യക്തതയുള്ള സ്ഥിരീകരിച്ചൊരു വിവരം ഈ ഘട്ടത്തിൽ രക്ഷാദൗത്യത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ശേഖരിക്കുക, മുഴുവൻ പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കൂ. ഏതായാലും നേവി ഒപ്പം കോസ്റ്റ് ഗാർഡ് ദൗത്യത്തിലുണ്ട്. റോഷിബാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കണ്ടന്റ് എന്താണ്, ഈ കണ്ടെയ്നറുകളിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചും ഈ കപ്പൽ അത് അപകടത്തിൽപ്പെട്ടപ്പോൾ അതിലുള്ള ഇന്ധനം പരന്നതാകാം എന്നത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കാർഗോയിൽ രാസവസ്തുക്കളോ അല്ലെങ്കിൽ ഇന്ധനം ശേഖരിച്ചതോ ഒക്കെ ഉണ്ടോ എന്നത് അറിയണം. നിലവിൽ മനസ്സിലാക്കുന്നത് ഈ കണ്ടെയ്നറുകളിൽ 8 എണ്ണം കടലിൽ പതിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത കൂടി വരേണ്ടിയിരിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിക്കുന്നത്? ഒപ്പം ഈ ഇന്ധനം കടലിൽ പടർന്നതുകൊണ്ട് തന്നെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം. ആശങ്കപ്പെടേണ്ട തീരത്തുള്ളവർ എങ്കിൽ പോലും കടലിൽ നിരവധി ജീവികളൊക്കെ ഉള്ളതാണ്. അതൊരു നമ്മൾ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഇന്ധനം പരക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ മത്സ്യസമ്പത്തിനെയൊക്കെ ബാധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയും അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തുന്നു, അല്ലേ? വിനീത, അങ്ങനെ തന്നെയാണ്. കാരണം ഈ കോസ്റ്റ് ഗാർഡ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും ആദ്യ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തു. തൊട്ടു പിന്നാലെ അവർ ദുരന്ത നിവാരണ വിഭാഗത്തെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഇത്തരം കപ്പലുകൾ അപകടത്തിൽപ്പെടുമ്പോൾ കപ്പലിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇന്ധനം അത് കടലിലേക്ക് പടരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് ഇന്ധനം കൊണ്ടുപോകുന്ന കപ്പൽ അല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പ്രാഥമികമായുള്ള വിവരങ്ങൾ മാത്രമാണ്. കാരണം കപ്പലിലെ പൂർണ്ണമായും കണ്ടെയ്നറുകൾ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല. എന്നാൽ പോലും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള പ്രധാന കാരണം അതിൽ 8 കണ്ടെയ്നറുകൾ അത് കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. ആ പതിച്ച കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് വസ്തുക്കളെന്ന് കൃത്യമായി വിശദീകരിക്കുന്നില്ല. അതിൽ ചില അവ്യക്തതയുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ രാസവസ്തുക്കളൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ കരയിലേക്ക് എത്തുമ്പോൾ അത് സ്പർശിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അപകടമാണ് ഈ മുന്നറിയിപ്പൊക്കെ നൽകാൻ. ഏതായാലും ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയുമൊക്കെ രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ ദുരന്ത നിവാരണ വിഭാഗം അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ എന്താണ് രാസവസ്തുക്കൾ, എന്തൊക്കെ ഇന്ധനങ്ങൾ ഉണ്ട്, അതൊക്കെ ഏതൊക്കെ തരത്തിൽ അപകടമുണ്ടാക്കും, എങ്ങനെ അതിനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെ
തിരക്കിട്ട് തന്നെ നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം കടലിൽ മത്സ്യത്തൊഴിലാളികൾ അതിന് പുറമെ ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമാണ്. ഈ പ്രക്ഷുബ്ധമായ ഘട്ടത്തിൽ ഒരുപക്ഷെ അതിവേഗത്തിൽ കടലിൽ നിന്നും ഈ ഇന്ധനമൊക്കെ കടലിൽ പരന്ന ഇന്ധനമൊക്കെ തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കണ്ടെയ്നറിൽ ഒരുപക്ഷെ കണ്ടെയ്നറിൽ നിന്നും ഈ വസ്തുക്കൾ അതിലുള്ള ചരക്കുകൾ പുറത്തേക്ക് വന്നാൽ അതും ഒരുപക്ഷെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശേഖരിക്കുക, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്